ഡോക്ടർ എസ് അഭിലാഷിലേക്ക്. ഡോക്ടർ എസ് അഭിലാഷ്, ചെറിയ വേനൽ മഴയൊക്കെ കിട്ടി തെല്ലൊരാശ്വാസമായി പാലക്കാട്ടെങ്കിലും എത്ര നാൾ ഈ ഉഷ്ണതരംഗ സാധ്യത തുടരാനാണ് സാധ്യത? തെക്കൻ കേരളത്തിലാണ് കൂടുതലും വേനൽ മഴ ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ പോലും തെക്കൻ കേരളത്തിൽ നല്ല തോതിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിൻ്റെ സ്ഥിതി അല്പം ഗുരുതരമാണ്. കാരണം ഇന്ന് പോലും വടക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ വേനൽ മഴയുടെ ഒരു സാഹചര്യം അടുത്ത ഒരു മെയ് സെക്കൻഡ് വീക്ക് ഒരു 5-6 കഴിയുന്നതോടുകൂടിയാണ് വ്യാപകമായിട്ടുള്ള വേനൽ മഴയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. അപ്പോൾ അതുവരെയെങ്കിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ ഒരു സ്ഥിതി ഒരു 40 ഡിഗ്രിക്ക് അറൗണ്ട് 40 ഡിഗ്രിക്ക് അടുത്തുള്ള ഒരു താപനില പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഏകദേശം ഒരു 2-3 തീയതി വരെയെങ്കിലും ഈ ഒരു 40 ഡിഗ്രിക്ക് അടുത്തുള്ള താപനിലയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ ഇന്ന് മഴ കിട്ടി, നാളെയും ഒരുപക്ഷെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിൽ. അതിനുശേഷം ഒരു 2-3 ഒക്കെ ആകുമ്പോഴേക്കും വേനൽ മഴ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങും. അതോടുകൂടി ഈ ഒരു വലിയ ഒരു ഉഷ്ണ തരംഗ സാഹചര്യം ചെറിയൊരു അയവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശേഖർ കുര്യാക്കോസ്, എന്തായാലും 4-5 ദിവസം കൂടി ഈ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ആലപ്പുഴയിൽ ഒരു നിർമ്മാണ തൊഴിലാളി ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സൂര്യാഘാതമേറ്റ് മരണമടഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 3-4 മരണങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനിയും ഇതേപോലെ ഉഷ്ണതരംഗ സാധ്യത മുന്നിലുണ്ടെങ്കിൽ കൂടുതൽ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതല്ലേ ശേഖർ? ആണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ വ്യക്തിഗതമായി നമ്മൾക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള രീതിയിൽ പ്രവർത്തിക്കുക, പൊതുസമൂഹം അത്തരം നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ നിലവിൽ സാധ്യമായ കാര്യം. അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നമ്മൾക്ക് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ചൂട് തീവ്രമായി അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ സമയം തന്നെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ അന്ന് തന്നെ നൽകിയിരുന്നു. അപ്പോൾ നിലവിൽ വ്യക്തിസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾക്ക് മരണം അല്ലെങ്കിൽ കാര്യമായ ആരോഗ്യ ആഘാതങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. ആ രീതിയിലാണ് പൊതുസമൂഹം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഡോക്ടർ രാജീവ് ജയദേവ്, എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് നിർജ്ജലീകരണം അടക്കം വലിയ ആഘാതമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഏകദേശം 2 ലക്ഷത്തിനടുത്ത് വയോജനങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്ന് കഴിക്കുന്നവരുമാണ്. അപ്പോൾ വീട്ടിലും ഈ ഉഷ്ണതരംഗത്തിൻ്റെ ആഘാതമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും കറണ്ട് പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് രാത്രിയിൽ ഉറക്കം പോലും നേരെയാകാത്ത സാഹചര്യമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ, ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് മറികടക്കാൻ കഴിയുക? ഈ പറഞ്ഞതെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓരോന്നായിട്ട് എടുക്കാം. ആദ്യമായിട്ട് സ്ലീപ്പ് ക്വാളിറ്റിയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. ഈ ഉഷ്ണകാലത്ത് ഉറക്കം വളരെ മോശമായതിനാൽ, ഉറക്കത്തിന്റെ ക്വാളിറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയും മറ്റും ചെയ്യുന്നതിനാൽ പകല് നമുക്കുള്ള ഉന്മേഷം കുറയുകയും പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മനുഷ്യ ശരീരത്തിന് ഭക്ഷണം പോലെ തന്നെ ഉറക്കം അത്യാവശ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. വയോജനങ്ങളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മൊബിലിറ്റി കുറവുള്ളവർ, അതായത് ചിലർക്ക് ശയ്യാവലംബര ആയിട്ടുള്ളവരുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, വീടിന് പുറത്തേക്ക് പോകാൻ തക്ക ആരോഗ്യമില്ലാത്തവരുണ്ടായിരിക്കാം, മറവി രോഗം ഉള്ളവർ ധാരാളമുണ്ട്, ചുറ്റും ആളില്ലാത്ത ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഉണ്ടെന്നിരിക്കാം, ചിലർ സ്ലം ഏരിയസിലുള്ളവരുണ്ടായിരിക്കാം, വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ലാതെ ടിൻ റൂഫും മറ്റും വളരെ ചീപ്പായിട്ടുള്ള റൂഫിംഗ് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. ഇവരെല്ലാവരും വൾനറബിൾ ആണ്. എന്ന് വെച്ചാൽ അവർക്ക് റിസ്ക് കൂടുതലാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ചുറ്റുമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവർ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് മിനിമം അവര് നോക്കേണ്ടത് തന്നെയാണ്. മറവി രോഗമുള്ളവരും മാത്രവുമല്ല മൊബിലിറ്റി കുറവുള്ളവരും വെള്ളം കുടിക്കാൻ പൊതുവെ മടി കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു 2-2.5 ലിറ്റർ മിനിമം വെള്ളം കുടിക്കുകയും അതാത് ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് അല്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുകയും വേണം.
വെള്ളം മാത്രമല്ല, സോൾട്ടുകൾ, ബോഡി സോൾട്ടുകൾ വളരെ അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം മുതലായ സോൾട്ടുകൾ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. അത് വെള്ളം കുടിച്ചാൽ അതുകൊണ്ട് നമുക്ക് അത് റിപ്ലേസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മോര് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്ഷണമാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഗ്ലാമർ കുറവാണെന്ന് അറിയാമെങ്കിലും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതോടൊപ്പം തന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം. ഉപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഉപ്പല്ല. അതുപോലെ ORS ലായനി വീട്ടിൽ വളരെ എളുപ്പം, നിസ്സാര ചെലവില്ലാതെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ORS എന്ന് വെച്ചാൽ ഉപ്പ്, പഞ്ചസാര, വെള്ളം വളരെ നേർപ്പിച്ച രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നിർജ്ജലീകരണത്തിന് ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ നമ്മുടെ സാധാരണ ടെംപ്റ്റേഷൻ കടകളിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന ഭംഗിയുള്ള രുചിയുള്ള ശീതളപാനീയങ്ങൾ കുടിക്കുക, മദ്യം ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ടെൻഡൻസികളുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഉണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങൾ വൾണറബിൾ ആണ്. ഒന്ന്, അവർക്ക് ദാഹം അറിയിക്കാൻ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. അവരെ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ അവർ വെയിലത്ത് കളിക്കാൻ പോയെന്നിരിക്കാം. അവർക്ക് കൃത്യമായിട്ടുള്ള മേൽനോട്ടവും, കളിക്കിടയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുകയും ക്ഷീണം തോന്നുകയാണെങ്കിൽ മാറ്റി നിർത്തുകയുമാണ് വേണ്ടത്. ഇങ്ങനെയുള്ള നിരവധി വ്യക്തിഗതമായിട്ടുള്ളതും സാമൂഹ്യമായിട്ടുള്ളതുമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്